നീ നിനക്ക് ആരോ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും അങ്ങോട്ട് പറയാതെ പോയി. അതെന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഓ, പെൺകുട്ടിയെ തന്നെയല്ലേ നിനക്ക് ഇഷ്ടം? എടാ നീ ഞാനും കേക്കപ്പളെന്നാണ് ഇവിടെ ഉള്ളവന്മാര് പറഞ്ഞു നടക്കണേ. അവന്മാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയല്ലേ നീ ഒന്ന് നിർത്തറ. എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ ഇപ്പൊ കല്യാണാലോചന നടത്തുകയാണ്. പെണ്ണിന്റെ വീട്ടുകാർ ജംഗ്ഷനിൽ വന്ന് എന്നെ നിന്നെ പറ്റി ചോദിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഒന്ന് ചുമ്മാ ഇരിക്കോടാ. എടാ നിനക്ക് അറിഞ്ഞൂടെ ഞാൻ ഇതൊക്കെ തമാശക്ക് കാണിക്കുന്നത്? ഞാൻ ഇങ്ങനെയല്ല, നിനക്ക് അറിഞ്ഞൂടെ? എടാ നീ അങ്ങനെയല്ലെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ജംഗ്ഷനിൽ ഇരുന്ന് കഥ അടിച്ചിറക്കണം നിന്റെ സദാശിവം കൊച്ചിച്ചല്ലേ, അവൻ അറിഞ്ഞൂടാ. അവൻ ആദ്യം പറഞ്ഞുണ്ടാക്കും നീ ഞാനും തമ്മിൽ എന്തോ അങ്ങനെയൊക്കെ ആണെന്ന്. എടാ ഞാൻ എൻ്റെ ഒരു സത്യം പറയട്ടാ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. സത്യം. എടാ അങ്ങനെയല്ല, ഒരു സഹോദരനെ പോലെ ഇഷ്ടമാണ്. എന്ത് പേടിച്ചു പോയാ? പിന്നെ ടെൻഷൻ ആവൂലേ? നിനക്ക് ആഗ്രഹമില്ലേ എനിക്കൊരു കുഞ്ഞിക്കാല് കാണണം, അതിനെ മാമ എന്നൊക്കെ വിളിക്കണമെന്ന്? എടാ പിന്നെ ആഗ്രഹമില്ലാതെ പക്ഷെ അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനിപ്പോ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിനക്ക് ഏതോ കുട്ടി ഇഷ്ടമുണ്ടെന്ന് പറയില്ലേ, അവളെ ഇന്ന് നീ വിളിച്ചോണ്ടെന്ന് ഇന്ന് കല്യാണം കഴിക്കണം. അതങ്ങനെ പെട്ടെന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വരാനൊന്നും പറ്റില്ല, കുറെ സീനുണ്ട്. അയ്യോ പെട്ടെന്ന് വേണ്ട, പയ്യെ മതി. 5 മണി വരെ സമയമുണ്ട്. അപ്പൊ 5 മണി വരെ നമ്മൾ എന്ത് ചെയ്യും? എന്റെ മുഴുവൻ കൺട്രോൾ. ഹലോ അമ്മ. കല്യാണാലോചന മുടങ്ങി മോനെ, നിന്നെ പറ്റി എന്തൊക്കെയോ ആരോ പറഞ്ഞു കൊടുത്തു. ഒരു ദിവസം ഞാൻ നിനക്ക് വിഷം കളിക്ക് തരണം. വിഷം അന്ന് തീരുമല്ല, എല്ലാം തീരും.